പിന്നെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളൊരു മറുപടി എന്താ വെച്ചാൽ ഞാൻ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നോക്കിയിരുന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കട്ടോ. പക്ഷെ നമ്മളെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിരിക്കും. ഓരോ ദിവസവും കടന്നു പോകുന്ന സമയമല്ലല്ലോ, നമ്മളെ ലൈഫാണല്ലോ, നമ്മളെ ജീവിതമാണല്ലോ. അപ്പം വീട്ടിൽ നിന്നൊന്ന് റിലാക്സ് ആവാന്ന് വെച്ചാൽ അത് തെറ്റാണ് കേട്ടോ. ഒരിക്കലും റിലാക്സ് ആവാനുള്ള സമയം വീട്ടിൽ നിന്നാൽ കിട്ടില്ല. ഇനി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്നെ അറിയാം, എൻ്റെ സ്വപ്നങ്ങൾ അറിയാം, എൻ്റെ ഇഷ്ടങ്ങൾ അറിയാം, എൻ്റെ കഴിവുകൾ അറിയാം, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും ഞാൻ നിശബ്ദയാണ്. കാരണം എന്നും അവർക്ക് എല്ലാം ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബർക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബർക്കിൽ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സ്പൂണിലാക്കിയിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കോരിത്തരുന്ന ഒരു രംഗം എനിക്ക് ഈ ബർക്ക് കാണുമ്പോൾ ഓർമ്മ വരും. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് അവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത സഹതാപവും വല്ലാത്തൊരു അലവും വാത്സല്യം ഒക്കെ തോന്നിപ്പോകും. ഹലോ ഹൈ ഡേയ്സ്. അപ്പം നമുക്കൊരു ഡൈൻമേ ലൈഫ് കണ്ടാലോ? നമ്മളിപ്പോൾ ഡൈൻമേ ലൈഫ് ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ചോദിക്കും എന്താണ് വ്ളോഗൊന്നും ചെയ്യാത്തതെന്ന് ചോദിക്കാറുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ, ഒട്ടും ടൈമില്ല. അതുതന്നെയാണ് കേട്ടോ ചെയ്യാത്തതിനുള്ള കാരണം. എന്നാൽ പിന്നെ ഇനി സമയം കളയേണ്ട, എല്ലാവരും ആയോ നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണ് കഴിച്ചങ്ങ് തുടങ്ങാവേ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബിരിയാണി ഉണ്ട്, നല്ല ചിക്കൻ ചില്ലി ഉണ്ട്, നല്ല അടിപൊളി പായസം, പപ്പടം, അച്ചാറ്, തൈര് എല്ലാം കൂട്ടിയിട്ട് നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണ് കഴിച്ചങ്ങ് തുടങ്ങാം. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിൽ വീട്ടിലില്ലാത്ത കാരണം ഉച്ചയ്ക്കുള്ള ഫുഡ് നമ്മളധികം കഴിക്കാറില്ല. കഴിക്കാണ്ടായിട്ട് ഇപ്പോൾ ഉച്ചയ്ക്ക് അങ്ങനെ ഫുഡ് കഴിക്കണം നിർബന്ധമില്ലാണ്ടായിട്ടോ. എന്നാലൊന്നും നല്ല സമയമൊക്കെ ഉള്ള കാരണം സമയമൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് കഴിച്ചിട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ചിലരൊക്കെ എന്നോട് ചോദിക്കൂട്ടോ, നിങ്ങൾക്ക് വീട്ടിൽ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എപ്പോഴും രാവിലെയും വൈകുന്നേരം ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കി കൂടെ ചോദിക്കും. രാവിലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കൂട്ടോ, രാത്രി ഉണ്ടാക്കൂട്ടോ, ഉച്ചയ്ക്ക് അധികം ഉണ്ടാക്കാറില്ല. കാരണം ആരും ഉണ്ടാവാറില്ല. പിന്നെ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളൊരു മറുപടി എന്താ വെച്ചാൽ ഞാൻ ഈ വീട്ടിലത്തെ കാര്യങ്ങൾ മാത്രം ചെയ്ത് നോക്കിയിരുന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കട്ടോ. പക്ഷെ നമ്മളെ അക്കൗണ്ട് ബാലൻസ് സീറോ ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ രാവും പകലും അധ്വാനിക്കുന്നത് വിഷമിച്ച് വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞതാണോ എന്നറിയില്ല. അതോ നമ്മൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അങ്ങ് തട്ടിയും മുട്ടിയും കാണുമ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷൻ തീർത്തതാണെന്നും അറിയില്ല കേട്ടോ. എന്തായാലും നമുക്കൊരു അത്യാവശ്യം വരുമ്പോൾ നമ്മളെ അക്കൗണ്ടിൽ കാശുണ്ടെങ്കിലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ചിന്ത അതങ്ങ് ഓർത്താൽ മതി. നെഗറ്റീവ് കമൻറ്റ് ഉണ്ടാക്കുന്ന തളർച്ചയ്ക്ക് അങ്ങ് മാറിക്കിട്ടാൻ. ഒരുപാട് നെഗറ്റീവ് വരാറുണ്ടോ? ഇപ്പം നമ്മൾ നെഗറ്റീവ് കമൻറ്റ് അങ്ങനെ റിപ്ലൈ കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ. അനുഭവമാണ് ഏറ്റവും നല്ല അധ്യാപകൻ. വളരെ ക്രൂരമായിട്ട് വളരെ വാശിക്കാരനെ പോലെ നമുക്ക് സഹിക്കാൻ പറ്റാത്തതിൻ്റെ പരമാവധി നമ്മളെ അങ്ങ് പഠിപ്പിക്കും. ആ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും നമ്മളെ ലൈഫിൽ നമ്മൾ മറക്കില്ല. അത്ര നമ്മൾ ഓർമ്മയിൽ അതങ്ങ് നിലനിൽക്കും. പിന്നെ ഓരോ ദിവസവും കടന്നു പോകുന്ന സമയമല്ലല്ലോ, നമ്മളെ ലൈഫാണല്ലോ, നമ്മളെ ജീവിതമാണല്ലോ. അതിൻ്റെ ഇടയിൽ നമുക്ക് നെഗറ്റീവ് ഒന്നും കേട്ടിരിക്കാനുള്ള ടൈമില്ല. അങ്ങനെ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എപ്പോഴെങ്കിലും അല്ലേ ഉണ്ടാക്കണുള്ളൂ, അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പം ഇന്ന് വീട്ടിൽ നിന്നൊന്ന് റിലാക്സ് ആവാന്ന് വെച്ചാൽ അത് തെറ്റാണ് കേട്ടോ. ഒരിക്കലും റിലാക്സ് ആവാനുള്ള സമയം വീട്ടിൽ നിന്നാൽ കിട്ടില്ല. ഇനി രാത്രി 12 മണി വരെ ഇവിടെ ഇരുന്നാൽ ജോലി ഉണ്ടായിരിക്കും. അതിനേക്കാളും നല്ലത് പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ വണ്ടിയിൽ വന്ന് കയറിയിരുന്നാൽ നമുക്ക് ഈ പച്ചപ്പൊക്കെ കണ്ട് കുറച്ച് തണുപ്പൊക്കെ അടിച്ച് നമുക്ക് ഊട്ടിയൊക്കെ ഒന്ന് കണ്ട് കറങ്ങി വരുമ്പോഴത്തേനും ഒരു 1:30 മണിയാവും. പിന്നെ വന്ന് കിടന്നുറങ്ങിയാൽ മതിയല്ലോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഒരുപാട് സമയം ഉണ്ടെങ്കിൽ നമ്മൾ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെറുതെ ഇങ്ങനെ ഭ്രാന്താവും. അതിലൊന്നും വലിയ കാര്യമില്ലല്ലോ. ഇനിയിപ്പോൾ നമ്മളൊന്നും ആലോചിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ ഉള്ള ജീവിതം അങ്ങ് സന്തോഷമായിട്ടും ജീവിക്കാൻ ശ്രമിക്കുക, അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ തന്നെ അങ്ങ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്നെ അറിയാം, എൻ്റെ സ്വപ്നങ്ങൾ അറിയാം, എൻ്റെ ഇഷ്ടങ്ങൾ അറിയാം, എൻ്റെ കഴിവുകൾ അറിയാം, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. എങ്കിലും ഞാൻ നിശബ്ദയാണ്. എൻ്റെ കുടുംബം, എൻ്റെ സ്വർഗം, എൻ്റെ സ്വപ്നം, അങ്ങനെ അതിലങ്ങ് ഒതുങ്ങി. അത് മതി, അതേ പാടുള്ളൂ, അത്രേ ആഗ്രഹിക്കാവൂ. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്നെപ്പോലെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരാൾക്ക്, എൻ്റെ അനുഭവങ്ങളോടെ വന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ടായിരിക്കും കേട്ടോ. പക്ഷേ എനിക്കെല്ലാം മനസ്സിലായി, അത്രയും മതിയല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു യാത്ര ഊട്ടിയാണ് കേട്ടോ. നമ്മൾ കൂടുതലായിട്ട് ഊട്ടി തന്നെയാണ് എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ യാത്രയും ഊട്ടി തന്നെയാണ് കേട്ടോ. ഊട്ടിയിൽ എന്താ ഇത്രമാത്രം കാണാനെന്നൊക്കെ പലരും ചോദിക്കും. പക്ഷേ എനിക്ക് ഊട്ടി എത്ര കണ്ടാലും മതിയാവാറില്ല. കാരണം നമ്മൾക്ക് അടുത്തുള്ളൊരു സ്ഥലം, പിന്നെ നമുക്ക് അവിടുത്തെ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ, പിന്നെ ഞാനൊരു ജനിച്ചു വളർന്ന നാട്ടിൽ കൂടെ, എൻ്റെ ജന്മനാട്ടിൽ കൂടെ ഉള്ളൊരു യാത്ര, അതൊക്കെ ആയിരിക്കും എന്നെ എപ്പോഴും ഈ ഒരു റൂട്ട് തന്നെ. നമ്മൾ ഈ വണ്ടി ഇപ്പോൾ ഏത് റൂട്ടിലും തിരിയും. ഇന്ന് ഞാൻ വീട്ടിലുള്ള കാരണം നിച്ചു സ്കൂളിലിട്ട് നേരെ വീട്ടിലേക്കാണ് കേട്ടോ വന്നത്. നമ്മൾ വീട്ടിൽ ആളില്ലെങ്കിൽ അവനെ ഷോപ്പിൽ നിന്ന് നമ്മൾ ആരെങ്കിലും പോയി എടുത്തോണ്ടോ, അങ്ങനെയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ഞാനിവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. പനിയൊക്കെ ആയത് കാരണം തന്നെ സൗണ്ടൊക്കെ വളരെ മാറിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ടില്ല കേട്ടോ. അങ്ങനെ അവൻ വന്നവന് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞ ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും വോയിസ് കൊടുക്കാൻ തുടങ്ങുന്നത്. അങ്ങനെ എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലത്തൂടെ ഉണ്ടോ അപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഈ ഒരു സ്ഥലത്തു കൂടെയുള്ള യാത്ര വല്ലാത്തൊരു വൈബാണ് കേട്ടോ. ഒരിക്കലും ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഇത്ര ഒരു വൈബ് ഇവിടെ കിട്ടില്ല. കാരണം എനിക്കെൻ്റെ മനസ്സിനങ്ങോട്ട് പിടിച്ച് വലിക്കുന്ന പോലെയാണ് കേട്ടോ. അങ്ങനത്തെ ഈ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോഴും വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ഈ തണുപ്പും മഞ്ഞും ചെവിയിലടിക്കുന്ന ആ ഒരു കാറ്റും ഒക്കെ എന്നെ വല്ലാണ്ടങ്ങ് ഞാനതിന് അഡിക്റ്റായി പോണ പോലെ. ഇപ്പം ഞാൻ രാത്രികളിലൊക്കെ ഞാൻ ഈ ഒരു റൂട്ട് പോകാറുണ്ട് കേട്ടോ. നമ്മളെല്ലാം വീഡിയോയിൽ കാണിക്കാറില്ല എന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരാഴ്ച തന്നെ 3-4 പ്രാവശ്യം നമ്മൾ രാത്രി ഈ ഒരു റൂട്ട് പോയിട്ടുണ്ടാവും കേട്ടോ. വെറുതെ പോകാൻ തിരിച്ചു വരിക, ചിലപ്പോൾ എവിടെ ഇറങ്ങുന്നൊന്നുമില്ല. ചിലപ്പോൾ വണ്ടിക്ക് തന്നെ നമ്മൾ ഫുഡ് എന്തെങ്കിലും വാങ്ങി കഴിക്കും, തിരിച്ചു വരും, അത്രയേ ഉള്ളൂ.
എനിക്ക് സ്ഥലത്തോടുള്ള ഇഷ്ടം കാണുമ്പോൾ ഇവരൊക്കെ പറയും കേട്ടോ ഞാൻ അണ്ണാച്ചിയാണ്, അതുകൊണ്ടാണ് എനിക്ക് സ്ഥലത്തിനോട് ഇത്രയും ഇഷ്ടം എന്നൊക്കെ പറയും കേട്ടോ. എന്തോ എനിക്കറിയില്ല, കാരണം ചിലപ്പോൾ ഞാനിവിടെ ജനിച്ചത് കാരണമായിരിക്കാം. എനിക്ക് ഒരുപാട് നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല നമ്മളെ മാതാപിതാക്കളോടുള്ള ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഇവിടെ ഉള്ളവരനായിരിക്കാം. എന്തോ അറിയില്ല, എനിക്കൊരു വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ, വെറുതെ പറയല്ല, വല്ലാത്തൊരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാൻ വല്ലാണ്ട് അങ്ങ് അഡിക്റ്റാണ് ഈ ഒരു സ്ഥലത്തിന്. എന്ന് വെച്ച് നിങ്ങൾ ചെന്നാൽ എനിക്ക് അവിടെ പോയി താമസിച്ചുകൂടെ, അങ്ങനെ താമസിക്കാനൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ. കാരണം ഇടയ്ക്കിടയ്ക്ക് ഒരാഴ്ചയിലോ 2-3 പ്രാവശ്യം, അതല്ലെങ്കിൽ ഒരു മാസത്തിൽ 1-2 പ്രാവശ്യം ഒക്കെ ഇവിടെ വന്ന് തിരിച്ചു പോകണമെന്നേ ഉള്ളൂ. ജീവിക്കാൻ എനിക്ക് എപ്പോഴും ഇഷ്ടം നമ്മളെ നാടനെയാണ്. ഒരു പക്ഷേ കടവും കടപ്പാടൊക്കെ നഷ്ടപ്പെടുത്തിയ ഒരുപാട് സ്വപ്നങ്ങൾക്ക് തുടക്കം ഇവിടെയാണല്ലോ, അതുകൊണ്ടായിരിക്കാം. നമ്മൾ ഈ ഒരു റോട്ട് വരുമ്പോൾ ഇവിടെ നിന്നാണ് കേട്ടോ ചായയും പലഹാരങ്ങളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചായയും നല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് കൂടല്ലൂർ എത്തിയിട്ടുണ്ടോ. ഈ ഒരു റൂട്ട് എത്തുമ്പോൾ എന്നോട് മക്കൾ പറയും കേട്ടോ, നിങ്ങളെ പഴയ കാര്യങ്ങളൊക്കെ പറയാറ് കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എനിക്കൊരുപാട് പഴയകാല സ്മരണകളായി വറക്കാനുണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു കാടിൻ്റെ ഉള്ളിലാട്ടോ ഞങ്ങൾ താമസിച്ചിരുന്നത്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ഇത്ര സിറ്റിയിൽ ജീവിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വീട്ടിലാരുമില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബേജാറാണ്. ആ സമയത്ത് ഈ കാടിൻ്റെ ഉള്ളിൽ കിലോമീറ്ററോളം നടന്നിട്ട് വേണം റോട്ടിലേക്ക് വരാൻ. ഒരു മനുഷ്യനെ കാണില്ല, അടുത്തൊരു വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കൂട്ടിനാകുള്ളത് ഈ വന്യമൃഗങ്ങൾ മാത്രമായിരിക്കും അല്ലേ. ആന വരുമോ എന്നൊക്കെ പേടിച്ചിരുന്ന ദിവസങ്ങളൊക്കെ എനിക്ക് തന്നെ ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എന്നാലും ചെറിയൊരു ഓർമ്മകളിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തോരം പേടിച്ചിട്ടായിരിക്കും മക്കളെ വളർത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇനി നമ്മളെപ്പോൾ വന്നാലും ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ബർക്കി, അതുപോലെ കുറച്ച് തേങ്ങാ മിഠായി, കുറച്ച് ശർക്കര മിഠായി ഒക്കെ വാങ്ങിക്കോട്ടെ. നമ്മൾ നാടിബല മിഠായിൻ്റെ പോലത്തെ വേറൊരു സൈസാണ് കേട്ടോ ശർക്കര മിഠായി പറയണത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ. എനിക്ക് ഒരുപാട് മധുരം കഴിക്കാൻ പറ്റാത്ത കാരണം അല്ലാതെ കഴിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ചായ മധുരം ഇടാതെ കുടിച്ചിട്ട് ഇതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബർക്കി എന്ന് പറഞ്ഞാൽ എപ്പോഴും വീട്ടിലുണ്ടാവും കേട്ടോ, കാരണം എന്നും അവർക്ക് എല്ലാം ഒന്നും കിട്ടില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബർക്കി എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു ബർക്കിയിൽ പാലൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് സ്പൂണിലാക്കിയിട്ട് എൻ്റെ ഉമ്മ ഇങ്ങനെ കോരി തരുന്ന ഒരു രംഗം എനിക്ക് ഈ ബർക്കി കാണുമ്പോൾ ഓർമ്മ വരും. അപ്പോൾ ഞാൻ ഈ റൂട്ട് വരുമ്പോൾ എപ്പോഴും ബർക്കി മേടിക്കും കേട്ടോ. എനിക്കത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ്. അങ്ങനെ ഈ ഒരു യാത്രയിൽ ഒരുപാട് മൃഗങ്ങളെ കണ്ടു കേട്ടോ. വലിയ കാട്ടുപോത്തിനെ കണ്ടു, വലിയ ആനകളെ കണ്ടു, അങ്ങനെ അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കണ്ടു കേട്ടോ. അപ്പോൾ ഒരു യാത്രയിൽ ഇവരെല്ലാവരും ഹാപ്പിയാണ് കേട്ടോ. കുറച്ച് മൃഗങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇവരെ ഹാപ്പിയാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ ആനനെ കണ്ടാൽ പിന്നെ ഇവർക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിച്ചത് എന്താ അറിയുമോ, ഒരു കാടിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉമ്മയൊക്കെ താമസിച്ചത്. ഈ മൃഗങ്ങളെ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് ആസ്വദിക്കാമെന്നല്ലാതെ നമുക്ക് അടുത്തേക്ക് വന്നാൽ പേടിയാണല്ലോ. ഈ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ പോലും അതിൻ്റെ അടുത്ത് കൂടെ വണ്ടി പോകാൻ പോലും നമുക്ക് പേടിയാണ്. ആ സ്ഥാനത്ത് ഇവർ ഈ കാടിനുള്ളിലൊക്കെ താമസിച്ചപ്പോൾ വന്യമൃഗങ്ങളെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ എന്തോരം പേടിച്ചിട്ടുണ്ടാവും അല്ലേ. കാരണം സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് ഈ കാടിനുള്ളിൽ കൊണ്ടുവന്ന് വളർത്തുമ്പോൾ അവർ പേടിച്ച് അവർ ചെയ്ത ത്യാഗം ഓർക്കുമ്പോൾ നമ്മളൊന്നും ദുനിയാവിൽ ചെയ്ത ത്യാഗം ഒന്നും അല്ല എന്നൊക്കെ ഓർമ്മ വരും കേട്ടോ. കാരണം ഞാനൊന്നും ചെയ്തതൊന്നും അല്ല. കാരണം നമ്മൾ എന്തൊക്കെയായാലും നമ്മൾ വലിയൊരു സിറ്റിയിലാണ് ജീവിക്കുന്നത്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം നമുക്ക് വിളിച്ചാൽ വെളിപ്പുറത്ത് ആളുണ്ട്. ഇതിപ്പോൾ കിലോമീറ്ററോളം നടന്നിട്ട് വേണം റോഡിലേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ഒരു ബസ് വണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. അത് ഇത്രയും വണ്ടിയും കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് അവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത സഹതാപവും വല്ലാത്തൊരു അലിവും വാത്സല്യമൊക്കെ തോന്നിപ്പോകും കേട്ടോ. കാരണം അവർ ഈ ഒരു കാട്ടിൽ നമ്മളെ വളർത്താൻ വേണ്ടിയാണല്ലോ അന്ന് നിന്നിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുമ്പോൾ കേട്ടോ. അങ്ങനെ കുറേ മൃഗങ്ങളൊക്കെ വീണ്ടും കണ്ടു കേട്ടോ. ഈ ഒരു റോട്ട് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും അവരിനോട് ഇങ്ങനെ ചോദിക്കട്ടെ, നിങ്ങൾ ചെറിയ കുട്ടി അയക്കുമ്പോഴത്തെ ഇവിടെ താമസിച്ച കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറയട്ടോ. അപ്പോൾ ഞാനതൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുക്കും കേട്ടോ. കള്ളൊന്നും പറയാറില്ല, പക്ഷേ എന്നാലും അവർക്ക് അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവരെ കുട്ടിക്കാലം നാളെ ഇവരെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇവരെ ഓർമ്മകളിൽ നല്ലതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ. കാരണം എനിക്കൊരുപാട് ചെറിയ കുട്ടി ആയിരിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ താമസിച്ച കാര്യമൊന്നും എൻ്റെ ഓർമ്മയിൽ വല്ലാണ്ടൊന്നുമില്ല. എനിക്കൊരു 5 വയസ്സായപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയൊക്കെ നമ്മൾ ജീവിച്ചത് സിറ്റിയിൽ തന്നെയാണ്. പക്ഷേ എന്നാലും അവർക്ക് നാളെ ഓർക്കാൻ എന്തെങ്കിലുമൊക്കെ നല്ല ഓർമ്മകൾ നമ്മൾ സമ്മാനിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കും കേട്ടോ. നമ്മൾ അവരുടെ ഒരു അമ്മയായത് നമ്മളെ ഇഷ്ടത്തോടു കൂടിയാണ്. എന്നാലും അമ്മയുടെ അച്ഛൻ്റെയും കൂടി സ്ഥാനം അലങ്കരിച്ചത് ഒരിക്കലും ഇഷ്ടത്തോടു കൂടിയല്ല. അത് നമ്മളെ നിവൃത്തികേടായിരുന്നു. എൻ്റെ മാക്സിമം ഞാൻ പറ്റണേൻ്റെ മാക്സിമം ഞാൻ അവരെ വാക്കിനും പ്രവൃത്തികൾക്കും ഒക്കെ വില കൊടുക്കാറുണ്ട്. എല്ലാവരും അറിയണം, എല്ലാവരും പറയുന്നേ കേട്ടോ. ഞാൻ എപ്പോഴും മക്കളോടുള്ള അഭിപ്രായം കൂടിയും ചോദിക്കുമെന്ന് അറിയും കേട്ടോ. കാരണം അതൊക്കെ അവരൊക്കെ കുറച്ചിലായിട്ട് കാണുന്നത്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചിട്ട് വേണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനല്ല, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവരോടും കൂടി ചോദിക്കും, ഞാനത് ചെയ്യട്ടെ, അങ്ങനല്ലേ. എനിക്ക് അഭിപ്രായങ്ങളില്ലാഞ്ഞിട്ടല്ല കേട്ടോ. പക്ഷെ എന്നാലും അവരെ അഭിപ്രായം കൂടി ഞാനതിന് വിലയിരുത്തിയിട്ട് അവരുടെ ഇഷ്ടപ്രകാരം ഞാനത് ചെയ്യുള്ളൂ കേട്ടോ. ഇത്രയും വർഷങ്ങൾ അങ്ങനെ അവർക്ക് അതിൻ്റെതായ സ്നേഹവും ബഹുമാനമൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ അവരെ നന്നായിട്ട് നോക്കിയിട്ടുമുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ എല്ലാവരും നല്ല ഹാപ്പിയാണ് കേട്ടോ. ഒരുപാട് ആനകളൊക്കെ കണ്ടു എന്നുള്ള സന്തോഷത്തിലാണ് ഷീനു സംനാസ് നീച്ചൊക്കെ ഇരിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്തോ ഞെട്ടിപ്പിക്കുന്ന ഒരു കഥ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഈ ഒരു യാത്രയുടെ ഉദ്ദേശം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ഫുഡൊക്കെ കഴിക്കും, അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യും. അതിനിടയിൽ നമ്മൾ ബിസിനസ് കാര്യങ്ങളും എല്ലാം നമ്മൾ ചർച്ചയാക്കി കൊണ്ടുവരും കേട്ടോ. കാരണം അതിനൊക്കെ കൂടിയുള്ള ഒരു യാത്രയാണ്, നമ്മളൊന്ന് റിലാക്സ് ആയിട്ട് അതിനെല്ലാം കൂടിയുള്ള ഒരു യാത്രയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ തീരുമാനങ്ങളും നമ്മൾ ഈ ഒരു യാത്രയിലാണ് കേട്ടോ എടുക്കുക. നമ്മളെ കുടുംബകാര്യങ്ങളും ചർച്ച ചെയ്യുക ഒരു യാത്രയിലാണേ. രാത്രിത്തെ ഫുഡ് നമ്മൾ വഴിക്കടവ് എത്തിയാലാണ് കഴിക്കുക, എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെന്ന് അവർക്ക് നമ്മളെ നല്ല പരിചയമാണ്. നമുക്ക് എന്താ കഴിക്കാൻ വേണ്ടത് നമ്മൾ പറയേണ്ട ആവശ്യം പോലുമില്ല, അവർ കറക്റ്റ് അവിടെ കൊണ്ടുവന്ന് കേട്ടോ. നമുക്ക് എത്ര മധുരം കുറവ് ചായ വേണം, എത്ര മധുരമുള്ള വേണമെന്ന് വരെ അവർക്ക് നല്ല ബൈ ഹാർട്ടാണ് കേട്ടോ, പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കും. അത് നമ്മൾ ഈ രാത്രി എടുക്കുക, നമ്മൾ രാത്രി വന്ന് മടങ്ങി പോകില്ല, അപ്പോഴും അവിടുന്നാണ് രാത്രിക്കത്തെ ഫുഡ് കഴിക്കില്ല. അങ്ങനെ അവർക്ക് നല്ല പരിചയമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മളിനി എത്തുമ്പോൾ 1:30 മണി 2 മണിക്ക് ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഈ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.